2008 പുറത്തിറങ്ങിയ LG Decoy VX8610 എന്ന ഫോൺ മൊബൈൽ ചരിത്രത്തിൽ ഒരു വളരെ വ്യത്യസ്ത പരീക്ഷണമായിരുന്നു. കാരണം ലോകത്തിലെ ആദ്യത്തെ ബിൽറ്റ് ഇൻ ഡിറ്റാച്ചബിൾ ബ്ലൂടൂത്ത് വയർലെസ് ഹെഡ്സെറ്റ് ഉള്ള മൊബൈൽ ഫോൺ എന്ന പ്രത്യേകത ഈ ഫോണിനുണ്ട്. സാധാരണ ഫോൺ കോൾ ചെയ്യാൻ ഹെഡ്സെറ്റ് പുറത്ത് കൊണ്ടു നടക്കേണ്ട കാലത്ത് LG ഈ ഹെഡ്സെറ്റ് നേരിട്ട് ഫോണിനുള്ളിൽ ഘടിപ്പിച്ചാണ് അവതരിപ്പിച്ചത്. സ്ലൈഡ് ഡിസൈൻ ഉള്ള ഈ CDMA ഫോൺ അന്നത്തെ ജനങ്ങൾക്ക് വളരെ ആകർഷകമായി തോന്നി. ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞാൽ ഇതിൽ 2.2 ഇഞ്ച് QVGA ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 240x320 പിക്സൽ റെസൊല്യൂഷൻ, ഏകദേശം 182 ppi ക്ലാരിറ്റി, TFT അഥവാ TFD LCD ഡിസ്പ്ലേ ആയതിനാൽ അന്നത്തെ കാലത്ത് നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഫോൺ തന്നത്. സ്ലൈഡ് ഓപ്പൺ ചെയ്യുമ്പോൾ കീപാഡ് സ്മൂത്ത് ആയി പുറത്തേക്ക് വരുന്നത് ഈ ഫോണിന്റെ ഒരു പ്രീമിയം ഫീൽ ആയിരുന്നു. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്വാൽകോം MSM6550A പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. സ്റ്റോറേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ 66 MB ഇന്റേണൽ മെമ്മറി കൂടാതെ മൈക്രോ SD കാർഡ് സപ്പോർട്ട് ഏകദേശം 8 GB വരെ ലഭ്യമായിരുന്നു. അന്നത്തെ കാലത്ത് ഇത് ഡീസന്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ആയി നമുക്ക് കണക്കാക്കാം, പ്രത്യേകിച്ച് മ്യൂസിക്, ഫോട്ടോസ് എന്നിവയ്ക്ക് വേണ്ടി. ക്യാമറ വിഭാഗത്തിൽ 2 മെഗാപിക്സൽ റിയർ ക്യാമറയാണ് നൽകിയിരുന്നത്. സെൽഫ് ടൈമർ, വൈറ്റ് ബാലൻസ്, നൈറ്റ് മോഡ് പോലുള്ള ഓപ്ഷൻസും ഇതിലുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന ആ കാലത്ത് മെമ്മറീസ് ക്യാപ്ചർ ചെയ്യാൻ ഇത്രയും ഫീച്ചേഴ്സ് തന്നെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. 800 mAh റിമൂവബിൾ ബാറ്ററിയാണ് ഈ ഫോണിലുള്ളത്. മാക്സിമം 3.8 അവേഴ്സ് ടോക്ക് ടൈമും കൂടാതെ 330 അവേഴ്സ് സ്റ്റാൻഡ് ബൈ ടൈം. ഇന്നത്തെ സ്റ്റാൻഡേർഡിനോട് താരതമ്യം ചെയ്യാൻ പറ്റില്ലെങ്കിലും 2008 ഇത് ആക്സെപ്റ്റബിൾ പെർഫോമൻസ് തന്നെയായിരുന്നു. ഇനി ഈ ഫോണിന്റെ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് ആയ ഡിറ്റാച്ചബിൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 2.1+ EDR ആണ്. HSP, HFP 1.5, A2DP, AVR-CP അടക്കമുള്ള നിരവധി പ്രൊഫൈൽസ് സപ്പോർട്ട് ചെയ്യുന്നു. ഈ ഹെഡ്സെറ്റ് ഫോൺ ബോഡിയിൽ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്നു. കോള് വന്നാൽ ഹെഡ്സെറ്റ് എടുത്ത് നേരിട്ട് നമുക്ക് സംസാരിക്കാം. ഫോൺ കയ്യിൽ എടുക്കേണ്ടതില്ല. അന്നത്തെ കാലത്ത് ഇതൊരു ഫ്യൂച്ചർ ടെക്നോളജി പോലെ തന്നെയായിരുന്നു. ഈ ഫോണിന് വെറും 115 ഗ്രാം മാത്രമാണ് വെയിറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. LG Decoy VX8610 ഒരു പെർഫെക്റ്റ് സ്മാർട്ട് ഫോൺ അല്ലായിരുന്നേക്കാം. പക്ഷേ ഇന്നൊവേഷൻ എന്ന കാര്യത്തിൽ ഇത് മൊബൈൽ ചരിത്രത്തിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് നേടിയ ഫോൺ തന്നെയാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന TWS ഇയർബഡ്സിന്റെ കോൺസെപ്റ്റ് അന്നേ തന്നെ LG ഈ ഫോണിലൂടെ പരീക്ഷിച്ചു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.